ഹലോ എവറിവൺ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമാൻഡ്സിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ലിനക്സിനകത്ത് കണ്ടമാനം കമാൻഡ്സ് ഉണ്ട്. അത് ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. ഈ കമാൻഡ്സ് എല്ലാം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ കമാൻഡ്സിൻ്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഗൂഗിൾ അല്ലെങ്കിൽ ChatGPT ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കമാൻഡ്സിൻ്റെ ബേസിക് സ്ട്രക്ചറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഫയൽ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഫയൽ സിസ്റ്റത്തിലെ കുറച്ച് കാര്യങ്ങളൂടെ എനിക്ക് പറയാനുണ്ട്. ഫയൽ സിസ്റ്റത്തെ കുറിച്ചല്ല, ഫയൽ സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളൊന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പയ്യെ സ്ലോലി നമുക്ക് കമാൻഡിൻ്റെ സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ SSH ചെയ്ത് ഞാൻ എൻ്റെ റാസ്ബെറി പൈ മെഷീനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ യൂസർ ഡയറക്ടറിക്കകത്താണ്, ഹോമിനകത്തുള്ള പൈ എന്ന് പറയുന്ന ഡയറക്ടറി. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ ഈ ടിൽഡേ സിമ്പിൾ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമുക്ക് റൂട്ട് ഡയറക്ടറിയിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നത്? അതിന് നമ്മൾ ചേഞ്ച് ഡയറക്ടറി അഥവാ CD എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യും അല്ലേ, CD//. അപ്പോൾ ഏത് ഡയറക്ടറിയിൽ നിന്നുവാണെങ്കിൽ നമുക്ക് ഈ റൂട്ട് ഡയറക്ടറിയിലേക്ക് പോകാനുള്ള എളുപ്പവഴി CD// ആണ്. അതേപോലെ നമ്മൾ യൂസർ ഡയറക്ടറിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി CD/ സിമ്പിൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് യൂസർ ഡയറക്ടറിയിലേക്ക് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മളെ റൂട്ട് ഡയറക്ടറിയിലേക്ക് തിരിച്ചു പോകാൻ CD//. ഓക്കെ, ഞാനിപ്പോൾ റൂട്ട് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്. ഞാനൊന്ന് സ്ക്രീൻ ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ലിസ്റ്റ് കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഫയൽ സിസ്റ്റത്തിൽ കണ്ട ഫോൾഡേഴ്സും ഫയൽസും ഓക്കെ, നിങ്ങൾ ബിന്ന് കണ്ടു, ETC എന്ന് പറഞ്ഞ ഫോൾഡറുണ്ട്, USR എന്ന് പറഞ്ഞ ഫോൾഡറുണ്ട്, സിസ് ഉണ്ട്, പ്രോസസ് എന്ന് പറയുന്ന ഡയറക്ടറീസ് എല്ലാം ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ബിൻ എന്ന് പറയുന്ന ഡയറക്ടറി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന LS, മൗണ്ട്, CD എന്നൊക്കെ പറയുന്ന കമാൻഡ്സിൻ്റെ ബൈനറീസ് ഇതിനകത്ത് ഈ ബിൻ എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഉള്ളത്. ബിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള ബൈനറീസാണ് ഈ ബിന്നിനകത്തുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്ന LS എന്ന് പറയുന്ന കമാൻഡ് ഇതിനകത്തുള്ളതല്ല. ഓക്കെ, ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് USR എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് ബിൻ എന്ന് പറയുന്ന വേറൊരു ഫോൾഡറുണ്ട്. അതിനകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ LS എന്നൊക്കെ പറയുന്ന കമാൻഡ്സ് ലൈ ചെയ്യുന്നത്. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് ഒരു ഡയറക്ടറിയിൽ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ സിസ്റ്റം ബൈനറീസും നമ്മൾ യൂസർ ഇൻസ്റ്റാൾ ചെയ്ത ബൈനറീസും തമ്മിൽ ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം ഞാൻ CD അടിച്ച് ഞാൻ ബിൻ എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് പോയി കഴിഞ്ഞാൽ എന്നിട്ട് LS കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ LS കമാൻഡ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ LS കമാൻഡ് കാണാൻ പറ്റും. ഓക്കെ, ബിൻ ഡയറക്ടറിയിൽ നിന്ന് തിരിച്ച് വരികയാണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ഡയറക്ടറിയിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് CD .. അടിച്ചാൽ മതി. തിരിച്ച് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മുമ്പത്തെ ഡയറക്ടറിയിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്തും. ഓക്കെ, അതാണ് CD/.. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കമാൻഡ്സൊക്കെ എവിടെ നിന്നാണ് എക്സിക്യൂട്ട് ആവുന്നതെന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിച്ച് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കും. വിച്ച് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കമാൻഡിൻ്റെ പേര് പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ വിച്ച് LS എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട്. അത് LS എന്ന് പറഞ്ഞ കമാൻഡിൻ്റെ ബൈനറി എവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ കണ്ടോ, USR/bin/LS. ഓക്കെ, അതായത് നിങ്ങൾ ഈ കൊടുക്കുന്ന എല്ലാ കമാൻഡ്സും ഓരോ ഫയൽസ് ആണെന്ന് പറഞ്ഞു, ഓരോ ബൈനറി ഫയൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഈ LS എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ ബേസിക്കലി നമ്മുടെ ടെർമിനൽ അല്ലെങ്കിൽ നമ്മളെ സെഷൻ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഷെല്ലെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഇൻ്റർപ്രറ്ററാണ്. അത് ലൈൻ ബൈ ലൈൻ, അതായത് നിങ്ങളിപ്പോൾ 1 by 1 ആയിട്ടല്ലേ നിങ്ങൾ കമാൻഡ്സ് കൊടുക്കുന്നത്. ടെർമിനലിനകത്ത് ഒറ്റ ലൈനിൽ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഒറ്റ ലൈനിനെ എടുത്ത് മെഷീൻ കോഡാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീനിന് ഒരിക്കലും നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവില്ല. അതിന് ബൈനറി 0, 1 നമ്പേഴ്സൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇൻ്റർപ്രിറ്റർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിരിക്കും ഈ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്. പക്ഷേ നിങ്ങൾ കമ്പൈലർ എന്ന് പറഞ്ഞ ഒരു ടേം കേട്ടിട്ടുണ്ടാകും. കമ്പൈലർ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഫുൾ ടെക്സ്റ്റിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതൊരു ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ് ആണ്. ഓക്കെ, ലൈൻ ബൈ ലൈൻ അത് മെഷീൻ കോഡാക്കി മാറ്റും.
അപ്പോൾ ഞാൻ നിങ്ങൾ ആൾറെഡി കണ്ടു usr/bin/ ആ ഒരു ഡയറക്ടറിക്കകത്താണ് നിങ്ങൾ LSൻ്റെ ബൈനറീസ് ഉള്ളതെന്ന് കണ്ടു. അപ്പോൾ USR എന്ന് പറഞ്ഞ ഡയറക്ടറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ യൂസർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോഗ്രാംസ്, യൂസർ കസ്റ്റമൈസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോഗ്രാംസ്, ഇതെല്ലാം USR എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്താണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കമാൻഡ് usr/binനകത്താണ് കിടക്കുന്നതെന്ന് ഷെല്ലിന് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റത്തിനകത്ത് ഒരു പാത്ത്, ഷെല്ലിനൊരു പാത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ $, ഒരു പാത്ത് വേരിയബിൾ ഷെല്ലിന് ബൈ ഡീഫോൾട്ട് ഷെല്ലിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏത് ഷെല്ലാണോ യൂസ് ചെയ്യുന്നത് ആ ഷെല്ലിൻ്റെ പാത്ത് പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെയാണ് ഈ ബൈനറീസിനെ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു പാത്ത് വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറേ ഡയറക്ടറീസ് നിങ്ങൾക്ക് കാണാം. USRനകത്ത് എല്ലാം USR തന്നെയാണ്, usr/local, usr/local/sbin, local/bin, sbin, usr/bin. അപ്പോൾ ഈ കോളൻ വെച്ചാണ് ഈ ഡയറക്ടറീസ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടോ? ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ LS എന്ന് പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യുന്ന പറയുന്നത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് ഈ ബൈനറി ഈ ആദ്യം usr/local/sbin എന്ന് പറഞ്ഞ ഡയറക്ടറിക്കകത്തുണ്ടാകുന്ന നോക്കും. അവിടെ ഇല്ലെങ്കിൽ അടുത്ത ഡയറക്ടറിയിലേക്ക് നോക്കും. ഓക്കെ, അവിടെ ഇല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് നോക്കും. അങ്ങനെ നോക്കി അവസാനം വരെ നോക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ഈ LSൻ്റെ ബൈനറി കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യും, ആ ബൈനറി ഫയൽ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഒന്നും മനസ്സിലാകാത്ത ഒരു കമാൻഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കമാൻഡ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു. അതായത് ഈ പാത്തുകളിലെല്ലാം ഇത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരിടത്തും ഇങ്ങനെ ഒരു കമാൻഡ് കണ്ടില്ല, അതുകൊണ്ടാണ് കമാൻഡ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചത്. ഓക്കെ, ഈ പാത്ത് വേരിയബിൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് നിങ്ങൾ കസ്റ്റം രീതിയിലൊരു ബൈനറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്ക് ABCD എന്ന് പറഞ്ഞൊരു കമാൻഡ് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ ബൈനറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, എന്നിട്ട് അത് നിങ്ങൾ പൈ എന്ന് പറഞ്ഞ /home/പൈ എന്ന് പറഞ്ഞ ഡയറക്ടറിക്കകത്ത് കൊണ്ടിട്ടു എന്ന് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ABCD എന്ന് പറഞ്ഞ കമാൻഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബൈ ഡീഫോൾട്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ പാത്ത് കൂടെ പറഞ്ഞു കൊടുത്തിട്ട് ആ ബൈനറിയുടെ പേര് ലാസ്റ്റ് ആ പാത്തിൻ്റെ അവസാനം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നിങ്ങളുടെ റൺ ചെയ്യുന്ന ഷെല്ലിൻ്റെ പാത്ത് വേരിയബിളിൽ ആ ഒരു പാത്തും കൂടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, പാത്ത് വേരിയബിൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പാർട്ടായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എല്ലാ കമാൻഡുകൾക്കും ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ബേസിക്കലി നമ്മൾ ലിനക്സിലെ എല്ലാ കമാൻഡ്സിനും ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറുണ്ട്. ലൈക്ക് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് കമാൻഡ് നെയിമാണ്. അത് കഴിഞ്ഞ് നമ്മൾ കമാൻഡിൽ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഓപ്ഷൻസും ഇൻപുട്സും എപ്പോഴും നമ്മുടെ കമാൻഡ്സിൽ ഉണ്ടാവണമെന്നില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ കലണ്ടർ എന്ന് പറയുന്ന കമാൻഡ് കണ്ടു, ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് കണ്ടു. ഈ എന്ന് പറഞ്ഞ കമാൻഡ് നിങ്ങൾ ബേസിക്കലി റൺ ചെയ്തപ്പോൾ എന്ത് പറ്റി, അപ്പോൾ അതിൻ്റെ ഡീഫോൾട്ട് സ്വഭാവമാണ് കാണിക്കുന്നത്. അതായത് എന്ന് പറഞ്ഞ കമാൻഡ് നിങ്ങൾ റൺ ചെയ്തപ്പോൾ നിങ്ങൾ ഏത് മാസം ഏത് ഇയറിലാണ് നിൽക്കുന്നത് ആ ഒരു മാസത്തിലെ കലണ്ടർ മാത്രമായിരിക്കും നിങ്ങൾ. ഡേറ്റ് കമാൻഡ് നിങ്ങൾ എൻ്റർ ചെയ്തപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഗ്രീൻവിച്ച് മീൻ ടൈമിലായിരിക്കും നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ. കമാൻഡ് നെയിം ആദ്യം ഏത് കമാൻഡാണെന്ന് കൊടുക്കും, പിന്നെ ആ കമാൻഡ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ നമ്മൾ ആ കമാൻഡിനുള്ള ഇൻപുട്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്, നമ്മൾ കലണ്ടർ കമാൻഡ്. ഇപ്പോൾ -y ആണ് നമ്മൾ ഓപ്ഷൻസ്, 2020 ആണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ -y എന്ന് മാത്രം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് ഇയറിലുള്ള കലണ്ടർ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാൻ -y 2020 എന്നാണ് കൊടുത്തത്. അപ്പോൾ 2020 ഒരു ഇൻപുട്ടാണ്. അപ്പോൾ 2020 കലണ്ടർ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഒരു എക്സാമ്പിളോട് നോക്കിക്കഴിഞ്ഞാൽ CP എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അതായത് ഫയൽസ് കോപ്പി ചെയ്യാനുള്ള ഒരു കമാൻഡാണ് CP. അപ്പോൾ ബൈ ഡീഫോൾട്ട് CP എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫയൽസ് മാത്രമേ കോപ്പി ചെയ്യത്തുള്ളൂ ബൈ ഡീഫോൾട്ട്. അതായത് CP സോഴ്സ് ഫയൽ നെയിം ഡെസ്റ്റിനേഷൻ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അത് ആ ഫയൽ അവിടെ നിന്ന് എടുത്ത് ആ ഒരു പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ CP -r എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ CP എന്ന് പറഞ്ഞ കമാൻഡ് ഡയറക്ടറീസ്, അതായത് ഫോൾഡേഴ്സിനെ മൊത്തത്തിൽ കോപ്പി ചെയ്തെടുക്കും. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഫോൾഡറിൻ്റെ ഒരിടത്തുനിന്ന് വേറെ ഒരിടത്തേക്ക് കോപ്പി ചെയ്തെടുക്കും. ഞാൻ കമാൻഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. കമാൻഡ് നമ്മൾ ഓപ്ഷൻസോ വാല്യൂസോ ഒന്നും ഇൻപുട്സോ ഒന്നും കൊടുക്കാതെ എക്സിക്യൂട്ട് ചെയ്യാതെ നിങ്ങൾ കണ്ടു ജനുവരി 2025 കലണ്ടർ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ
ഡാഷ് വൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ഇയറിലുള്ള കലണ്ടർ മൊത്തം കിട്ടും, എല്ലാ മാസത്തിലെയും കലണ്ടർ കിട്ടും. ഓക്കെ, ഇനി കാൽ ഡാഷ് വൈ 2020 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2020 കലണ്ടറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കണ്ടോ, 2020 കലണ്ടറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കമാൻഡിൻ്റെ ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് കമാൻഡ് നെയിം, ഓപ്ഷൻസ്, ഇൻപുട്സ്. ഓക്കെ, ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡാഷ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻസിന് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഒന്ന് ലോങ് ഫോർമാറ്റിലും ഷോർട്ട് ഫോർമാറ്റിലും എൻ്റർ ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗിറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, ഗിറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് ഒരു വേർഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ. അത് നിങ്ങൾ ഗിറ്റ് നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ഭാഗമല്ല, പക്ഷേ ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഗിറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ഓക്കെ, ഗിറ്റ് ഏത് വേർഷനാണെന്ന് അറിയാൻ നമുക്ക് ഡാഷ് വി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗിറ്റിൻ്റെ വേർഷൻ 2.39.5 എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഈ ഡാഷ് വി എന്ന് പറയുന്നത് ഷോർട്ട് ഫോമാണ്. ഓക്കെ, ഡാഷ് വി. അപ്പം ലോങ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അതായത് ഗിറ്റ് ഡാഷ് വേർഷൻ. ഓക്കെ, രണ്ടും ഒരേ ഔട്ട്പുട്ട് തന്നെയാണ് തന്നത്. അപ്പോൾ നിങ്ങൾ ലോങ് ഫോർമാറ്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് ടെക്സ്റ്റ് നിങ്ങൾ എക്സ്പാൻഡഡ് ഫോർമാറ്റിലാണ് എഴുതുമ്പോൾ നിങ്ങൾക്ക് 2 ഡാഷ് കൊടുക്കേണ്ടി വരും. ഓക്കെ, 2 ഡാഷ് കൊടുക്കേണ്ടി വരും. ഷോർട്ട് ഫോർമാറ്റിലാണ് ഷോർട്ട് ഫോമിൽ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും ഒരൊറ്റ ഡാഷ് മാത്രം മതി. അത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ സാധാരണ നിങ്ങൾ ഒന്ന് എക്സ്പേർട്ട് ലെവലിലൊക്കെ, ഒരു അഡ്വാൻസ് ഇൻ്റർമീഡിയറ്റ് ലെവലിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കൂടുതലും ഫേവർ ചെയ്യുന്നത് ഷോർട്ട് ഫോം തന്നെയായിരിക്കും. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ LS എന്ന് പറയുന്ന കമാൻഡ് കണ്ടു. LS എന്ന് പറഞ്ഞ കമാൻഡ് ബൈ ഡിഫോൾട്ട് അത് എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് ആ ഡയറക്ടറിയുടെ ഫയൽസും ഫോൾഡേഴ്സും ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ LS കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഡയറക്ടറിക്കകത്തുള്ള എല്ലാ ഫോൾഡേഴ്സും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഹോം ഡയറക്ടറിയിലേക്ക് പോവുകയാണ്. ഓക്കെ, ഞാൻ പൈ എന്ന് പറഞ്ഞ ഡയറക്ടറിക്കകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ LS അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് കുറച്ച് ഫോൾഡേഴ്സ് കാണാൻ പറ്റും. പക്ഷേ ഞാൻ LS-A എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഹിഡൻ ഫയൽസും ഫോൾഡേഴ്സും എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇവിടെ ഡോട്ട് വെച്ച് പേര് തുടങ്ങുന്ന എല്ലാം ഹിഡൻ ഫയൽസും ഫോൾഡേഴ്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡോട്ടും എന്ന് പറയുന്ന 2 ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ CD ഡോട്ട് അടിക്കുമ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് പ്രീവിയസ് ഡയറക്ടറിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേമൺ ടൈംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, ഡോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പേ ഉള്ളത് ആരാണ്, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള, അത് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് പ്രീവിയസ് ഡയറക്ടറിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോട്ടും ചെയ്യുന്നത്. ഇപ്പോൾ CD സ്പേസ് ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഹോം ഡയറക്ടറിലാണ് നിൽക്കുന്നത്. അപ്പം CD സ്പേസ് ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോമിൽ തന്നെ നിൽക്കും. ഓക്കെ, പിന്നെ CD സ്പേസ് വീണ്ടും ഞാൻ ഡോട്ട് അടിച്ച് കഴിഞ്ഞാലോ അത് ഞാൻ റൂട്ട് ഡയറക്ടറിലേക്ക് പോകണം. ഓക്കെ, ഞാനിപ്പോൾ അതായത് ഹോമിന് മുമ്പേ ഉള്ളത് റൂട്ട് ഡയറക്ടറിയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റൂട്ട് ഡയറക്ടറിയിലോട്ട് പോകാം. 2 ഡയറക്ടറി മുമ്പോട്ട് പോകണമെങ്കിൽ പുറകോട്ട് പോകണമെങ്കിൽ // കണ്ടോ, പെട്ടെന്ന് റൂട്ട് ഡയറക്ടറിയിലേക്ക് പോയി. ഞാൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, Ctrl+L. അപ്പോൾ നമുക്ക് LS എന്ന് പറയുന്ന കമാൻഡിന് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ഓർത്തിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ LS എന്ന് പറയുന്ന കമാൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ LS-help ഒന്ന് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. എന്ന ഓപ്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഹെൽപ്പിന് ഷോർട്ട് ഫോം ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് സ്ക്രോൾ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് എല്ലാം കാണാൻ പറ്റും. ആ -A എന്ന് പറയുന്നത് എല്ലാ ഡോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഫയൽസിനെയും ഫോൾഡേഴ്സിനെയും ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യരുത്, അതും പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇത് കണ്ടോ, -A ക്യാപിറ്റൽ A എന്ന് പറയുന്ന വേറൊരു ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കുക. കമാൻഡ്സ് എല്ലാം കേസ് സെൻസിറ്റീവ് ആണ്. നിങ്ങൾ ഇപ്പോൾ CD എന്ന് പറയുന്ന കമാൻഡ് ക്യാപിറ്റൽ CD എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആകത്തില്ല. കാരണം അങ്ങനെ ഒരു ബൈനറി അത് സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, -A -B ഇതെല്ലാം അതിൻ്റെ ഓപ്ഷൻസാണ്. ഓക്കെ, ഇപ്പം ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ LS-A എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, -L എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. അപ്പോൾ -A എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. -L എന്ന് പറയുന്നത് നിങ്ങളുടെ ഫയൽസ് ഫോൾഡേഴ്സ് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലോങ് ഫോർമാറ്റിൽ ലിസ്റ്റ് ചെയ്യുക. അതായത് അത് എത്ര സൈസ് ഉണ്ട്, ഏത് ഡേറ്റിലാണ് അത് മോഡിഫൈ ചെയ്തത്, ആർക്കൊക്കെ ആക്സസ് ഉണ്ട് എന്നൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് -L ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന്
അതൊന്ന് കണ്ടുപോകാം. ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആ ഫയൽസ് ഫോൾഡേഴ്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ഡേറ്റിലാണ് മോഡിഫൈ ചെയ്യുന്നത്, ഡേറ്റ്, എത്ര സൈസ്, ഏത് യൂസറിനൊക്കെ ഇത് ആക്സസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് -a എന്ന് പറയുന്ന കമാൻഡ് ഓപ്ഷനും കൊടുക്കണം, -l എന്ന് പറയുന്ന കമാൻഡ് ഓപ്ഷനും കൊടുക്കണം. അപ്പോൾ അത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ls -a -l ഓക്കെ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇതിനാണ് ഓപ്ഷൻ ചെയിനിങ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലോങ് ഫോർമാറ്റ് ഉള്ള ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ -- കൊടുക്കുക, ABCD ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, പക്ഷേ ഷോർട്ട് ഫോമിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് -a -l എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് പകരം -al എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, രണ്ടും ഒരേ റിസൾട്ട് തന്നെയാണ് തരുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഡോട്ടിൻ്റെ ഇവിടെ ഡോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫയൽസും ഫോൾഡേഴ്സിൻ്റെയും ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ കമാൻഡിൻ്റെ സ്ട്രക്ചറും ഓപ്ഷൻ ചെയിനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോസിൽ എന്തെങ്കിലും കുറവായിട്ട് നിങ്ങൾക്ക് തോന്നി, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.